ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. OROP3 ടേബിളുകളിൽ മാറ്റം വന്നിരിക്കുന്നു. അതെ, 1 ജൂലൈ 2024 മുതൽ പ്രാബല്യത്തിൽ വന്ന OROP3 ടേബിളുകളിൽ ചിലതിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. പുതിയ ടേബിളുകൾ അനുസരിച്ച് ചിലർക്ക് പെൻഷനിൽ വ്യത്യാസങ്ങൾ വരികയും അരിയേഴ്സ് ലഭിക്കാനും റിക്കവറി ഉണ്ടാകാനും സാധ്യതകൾ ഉണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ 13 ഒക്ടോബർ 2025 പബ്ലിഷ് ചെയ്ത ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് 1 ജൂലൈ 2024 മുതൽ പ്രാബല്യത്തിൽ വന്ന വൺ റാങ്ക് വൺ പെൻഷൻ അഥവാ OROP പ്രകാരം പ്രതിരോധ സേനാ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും പെൻഷൻ പരിഷ്കരിക്കൽ സംബന്ധിച്ച്. റെഫറൻസായി ഡിഫൻസ് മിനിസ്ട്രിയുടെ 4 സെപ്റ്റംബർ 2024 പബ്ലിഷ് ചെയ്ത 121 പെൻഷൻ ടേബിളുകൾ അടങ്ങിയ OROP3 ടേബിളാണ് നൽകിയിരിക്കുന്നത്. OROP ടേബിളുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ ചില തെറ്റുകളും ഫോർമാറ്റിംഗ് പ്രശ്നങ്ങളും കാരണം അബദ്ധവശാൽ പിശകുകൾ സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ടേബിൾ നമ്പർ 14 കോളം 4-ൽ 5 മാസം മുതൽ 32 വർഷം വരെയുള്ള ക്വാളിഫയിങ് സർവീസിനുള്ള പെൻഷൻ നിരക്കുകൾ അടിസ്ഥാനപരമായി 1.5 വർഷം മുതൽ 33 വർഷം വരെയുള്ള യോഗ്യതാ നിരക്കുകളാണ്. ഇക്കാരണത്താൽ 32.5 വർഷവും 33 വർഷവും അതിനു മുകളിലും ഉള്ള ക്വാളിഫയിങ് സർവീസിൻ്റെ പെൻഷൻ 0 കാണപ്പെട്ടു. ടേബിൾ നമ്പർ 26 33 വർഷവും അതിനു മുകളിലും ക്വാളിഫയിങ് സർവീസുള്ള ലഫ്റ്റനന്റ് കേണലിൻ്റെ OROP അനുസരിച്ചുള്ള പെൻഷൻ രേഖപ്പെടുത്തിയിരുന്നില്ല. ടേബിൾ നമ്പർ 48-ഉം 94-ഉം ഈ പട്ടികകളിൽ ശിപായി, ഹോണറി നായിക്, നായിക്, TS നായിക്, ഹോണറി ഹവൽദാർ, ഹോണറി നായബ് സുബേദാർ, സുബേദാർ എന്നീ റാങ്കുകൾക്ക് മാക്സിമം ടേംസ് ഓഫ് എൻഗേജ്മെന്റിന് മുകളിലുള്ള OROP നിരക്കുകൾ പരാമർശിച്ചിട്ടുണ്ട്. ടേബിൾ നമ്പർ 59 മാക്സിമം ടേംസ് ഓഫ് എൻഗേജ്മെന്റിന് മുകളിലുള്ള OROP നിരക്കുകൾ ശിപായി, ഹോണറി നായിക്, നായിക് TS, ഹോണറി ഹവൽദാർ, ഹോണറി നായബ് സുബേദാർ എന്നീ റാങ്കുകൾക്കായി പരാമർശിക്കപ്പെട്ടു. മുകളിൽ പറഞ്ഞ പോരായ്മകൾ പരിഹരിച്ച് പുതുക്കിയ ടേബിൾ നമ്പർ 11, 26, 48, 59, 94 എന്നിവ പുറത്തിറക്കുന്നു. ഇതനുസരിച്ച് അരിയേഴ്സോ അധികമായി നൽകിയതിൻ്റെ റിക്കവറിയോ ഉണ്ടെങ്കിൽ പെൻഷൻ ഡിസ്പെഴ്സിംഗ് ഏജൻസീസ് നിയമാനുസൃതം നടപ്പിലാക്കുന്നതാണ്. ഇതിൽ മെൻഷൻ ചെയ്യാത്ത ടേബിളുകളിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് ടേബിളുകൾ പരിശോധിച്ച് മനസ്സിലാക്കാം. ടേബിൾ നമ്പർ 11 റേറ്റ് ഓഫ് ഓർഡിനറി ഫാമിലി പെൻഷൻ എൻഹാൻസ്ഡ് റേറ്റ്. ഇത് കമ്മീഷൻഡ് ഓഫീസേഴ്സിനായുള്ള ടേബിളാണ്. ടേബിൾ നമ്പർ 26 റേറ്റ്സ് ഓഫ് ഓർഡിനറി ഫാമിലി പെൻഷൻ നോർമൽ റേറ്റ്. ഇത് ലഫ്റ്റനന്റ് കേണൽ റാങ്കിൽ ഉള്ളവർക്കുള്ളതാണ്. ടേബിൾ നമ്പർ 48 റേറ്റ്സ് ഓഫ് സെക്കൻഡ് ലൈഫ് ഓഫ് സ്പെഷ്യൽ ഫാമിലി പെൻഷൻ. ഇത് ORGCOസിനും ഹോണറി റാങ്കിനും ഉള്ളതാണ്. ടേബിൾ നമ്പർ 59 റേറ്റ്സ് ഓഫ് ലിബറലൈസ്ഡ് ഫാമിലി പെൻഷൻ. ഇത് DSCയിൽ നിന്നും വിരമിച്ച JCOs ORൻ്റേതാണ്. മൊത്തത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഫാമിലി പെൻഷനിൽ മാത്രമാണ്. അതും സെക്കൻഡ് ലൈഫ് ഓഫ് സ്പെഷ്യൽ ഫാമിലി പെൻഷനിലും ലിബറലൈസ്ഡ് ഫാമിലി പെൻഷനിലുമാണ് മാറ്റങ്ങൾ ഉള്ളത്. അതായത് ടേബിൾ നമ്പർ 48-ലും ടേബിൾ നമ്പർ 59-ലുമാണ് JCOs ORന് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അതും ഫാമിലി പെൻഷനിൽ മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.